2023 ഡിസംബർ 14-15 തീയതികളിൽ കൊച്ചിയിൽ ഒരു സിനിമാ ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ലൊക്കേഷൻ. അവിടെ നിവിൻ പോളിയും വിനീത് ശ്രീനിവാസനും ഉൾപ്പെടെയുള്ള താരങ്ങളുണ്ട്. അതേ ദിവസമാണ് നിവിൻ പോളി ദുബായിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചതെന്ന് യുവതി നേരത്തെ പരാതി നൽകിയത്. തീയതിയിൽ പിശുക്ക് പറ്റിയതാണോ എന്ന് ചോദിച്ചപ്പോൾ ഉറക്കപ്പിച്ചിൽ പറഞ്ഞതെന്നാണ് ഇപ്പോൾ പരാതിക്കാരിയുടെ മൊഴി. നിവിൻ പോളിക്കെതിരെ പീഡന പരാതിയിൽ മൊഴി നൽകാൻ എത്തിയപ്പോഴാണ് കോതമംഗല സ്വദേശിനിയായ യുവതിയുടെ പുതിയ വാദം. ആലുവ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് അന്വേഷണ സംഘം മൊഴിയെടുത്തത്. വ്യാജ ആരോപണമാണെന്ന പരാതിയിൽ പോലീസ് ഉടൻ നിവിൻ പോളിയുടെ മൊഴിയും രേഖപ്പെടുത്തും. നടൻ നിവിൻ പോളി പീഡിപ്പിച്ചെന്ന കേസിൽ പരാതിക്കാരിയായ യുവതിയെയും ഭർത്താവിനെയും വിളിച്ചുവരുത്തിയാണ് പോലീസ് മൊഴിയെടുത്തത്. 2023 ഡിസംബർ 14-15 തീയതികളിലാണ് നിവിൻ പോളി ലൈംഗികാതിക്രമം നടത്തിയതെന്ന് താൻ പറഞ്ഞത് ഉറക്കപ്പിച്ചിലെന്നാണ് യുവതിയുടെ മൊഴി. യുവതി ആരോപണം ഉന്നയിച്ചിരിക്കുന്ന തീയതികളിൽ നിവിൻ പോളി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത സിനിമയുടെ ലൊക്കേഷനിലായിരുന്നുവെന്നതിന്റെ തെളിവുകൾ പുറത്തുവന്നിരുന്നു. പരാതിക്കെതിരെ നിവിൻ പോളിയും രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് തീയതി ഉറക്കപ്പിച്ചിൽ പറഞ്ഞുവെന്ന് യുവതി മൊഴി നൽകിയിരിക്കുന്നത്. അന്വേഷണ സംഘം തന്റെ വരുമാന വിവരങ്ങൾ തിരക്കാനാണ് വിളിച്ചതെന്നും കേസ് അട്ടിമറിക്കുന്നുവെന്ന സംശയമുണ്ടെന്നും യുവതി ആരോപിച്ചു. പോലീസ് സത്യം അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്നും മൊഴിയെടുപ്പിന് ശേഷം യുവതി പ്രതികരിച്ചു. ഇപ്പൊ മാധ്യമങ്ങൾ ഡേറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി വ്യത്യാസം പറയുന്നു. ഞാൻ നാട്ടിലായിരുന്നു, ഞാൻ പരാതി കൊടുത്ത സമയത്ത് ദുബായിൽ ഇല്ലായിരുന്നു, നാട്ടിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ പാസ്പോർട്ട് ഞാൻ പോലീസിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പരാതി കൊടുത്ത ഡേറ്റും അദ്ദേഹം പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ കൊടുത്ത ഡേറ്റ് തമ്മിൽ ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, ഞങ്ങളുടെ ഇൻകം സോഴ്സ് എന്താണ് എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. ഞങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഇന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് പോയതിൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു ഈ കേസ് ഒരു അട്ടിമറിക്കാനുള്ള ശ്രമത്തിലാണ്. ഹണി ട്രാപ്പിൽ നമ്മളെ കൊടുക്കാനുള്ള പദ്ധതിയാണെന്ന് ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു. കാരണം അതുപോലത്തെ ഓരോ ചോദ്യങ്ങളും രീതികളും നമുക്കൊരു ഇതിനു മുമ്പ് അങ്ങനെയല്ലായിരുന്നു, പക്ഷെ ഇപ്പം കുറച്ചായിട്ട് അങ്ങനെ തോന്നുന്നു. അതേസമയം കോതമംഗല സ്വദേശിനിയായ യുവതിയുടെ ആരോപണങ്ങളിൽ ഗൂഢാലോചനയുണ്ടെന്നും വിശദമായ അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ട് നിവിൻ പോളി ഡിജിപിയെ സമീപിച്ച് പരാതി നൽകിയിരുന്നു. കേസിൽ ആരോപിക്കുന്ന ഡിസംബർ മാസം താൻ കേരളത്തിലുണ്ടായിരുന്നുവെന്നും തെളിവായി പാസ്പോർട്ട് ഹാജരാക്കുമെന്നും നിവിൻ പറഞ്ഞു. കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിനും നിവിൻ പരാതിയുടെ പകർപ്പ് നൽകിയിട്ടുണ്ട്. പീഡനം നടന്നുവെന്ന് പറയുന്ന ദിവസം പുലർച്ചെ വരെയും നിവിൻ തന്റെ കൂടെയായിരുന്നുവെന്നും പരാതി വ്യാജമെന്നും സംവിധായകൻ വിനീത് ശ്രീനിവാസനും പിന്നീട് നടിയും അവതാരികയുമായ പാർവതി ആർ കൃഷ്ണയും വ്യക്തമാക്കിയിരുന്നു. അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചെന്നാണ് നിവിനെതിരെ യുവതി നൽകിയ പരാതിയിൽ പറയുന്നത്. എറണാകുളം ഊന്നുകൽ പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. നിവിൻ പോളിക്കൊപ്പം 6 പേരും പ്രതിപ്പട്ടികയിലുണ്ട്. കേസിൽ 6ാം പ്രതിയാണ് നടൻ നിവിൻ പോളി. ന്യൂസ് 18 കൊച്ചി.